നീ ഇതുവരെ റെഡി ആയിട്ടില്ലേ? ഞാൻ റെഡി ആയിക്കോളാം. നീ ആദ്യം പോയി പല്ലെങ്കിലും തേക്ക്. ഞാൻ റെഡി. ഒന്ന് വാ, പോണ്ടേ? നീ എന്തിനാ ഇപ്പൊ കയറിയിരുന്നത്? ഞങ്ങൾ സെക്കൻഡ് ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കേണ്ടത്. അപ്പൊ ആര് വിളമ്പും? പാചകക്കാരനാണല്ലേ? അല്ല, എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ കുത്തിക്കേട്ടോ. ഹലോ, ബാ. അതെ, വിഷുവാശംസകൾ ഗൈസ്. അപ്പൊ നിങ്ങളുടെ വിഷു ഒക്കെ എവിടെ വരെയായി? ഞങ്ങളുടെ വിഷു അതാ സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ഇതറിയോ, അതുകൊണ്ട് എന്റെ ഉച്ചയായി പക്ഷെ ഇല്ലട്ടാ. ഇന്നലെ ഞങ്ങള് കണി ഒരുക്കി, കണി വെച്ചു, കണി കണ്ടു. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വിഷു സ്പെഷ്യൽ കണി പോയി കണ്ടിട്ട് അപ്പൊ നമുക്ക് പോയിട്ട് നമ്മളിതാ വിഷു കണി ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ കൃഷ്ണനെ കൊണ്ടുവന്ന് രാമൂട്ടൻ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഫ്രൂട്ട്സും കൂടി ഇനി വെക്കാനുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ചെയ്തു. ഇനി നമുക്കിത് അവിടെ കൊണ്ട് വെക്കണം. അപ്പൊ ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ വിഷു കണി ഒരുക്കിയിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട് രാമൂട്ടാ. നീ എന്താ അപ്പൊ ഗൈസ്, അങ്ങനെ വിഷു കണി റെഡി. ഇനി നാളെ നമുക്ക് കണിയിൽ കാണാം. അപ്പൊ നമുക്ക് കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങാം അല്ലേ? അപ്പൊ ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു ഗൈസ്, ഹാപ്പി വിഷു. അപ്പൊ നമുക്ക് കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങാം, എന്നിട്ട് നാളെ രാവിലെ കാണാം. 5 hours later. നീ ഇതുവരെ റെഡി ആയിട്ടില്ലേ? ഞാൻ റെഡി ആയിക്കോളാം. നീ ആദ്യം പോയി പല്ലെങ്കിലും തേക്ക്. ഞാൻ റെഡി. ഒന്ന് വാ, പോണ്ടേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സാരി എടുക്കാം, മേക്കപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് ഉദ്ദേശിച്ചേക്കുന്നത് നമ്മുടെ കയ്യിലുള്ള തന്നെ ഒരു സെറ്റ് മുണ്ടാണ്. കയ്യിലുള്ള സെറ്റ് മുണ്ട് തന്നെയാണ് ഉടുക്കുന്നത്. ഏതാണെന്ന് ഞാൻ കാണിച്ചത്. അപ്പോൾ ഗൈസ്, നമുക്കിനി റെഡി ആകാം. അപ്പോൾ ഈ ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഉടുക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വിഷു ഷൂട്ടിന് ഇട്ടിരുന്ന സാരിയാണ് ആക്ച്വലി എൻ്റെ വിഷു കോടി, പക്ഷെ അത് ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഈ ഒരു ബ്രൗൺ ബ്ലൗസാണ് നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ വെച്ചേക്കുന്നത്. ആൻഡ് ഈ ഒരു പച്ച ബ്ലൗസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ ഇതൊരു കോലായിട്ടുണ്ട്. നമ്മുടെ ശില്പയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് മേടിച്ച സാരിയുടെ ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം സാരി ഉടുത്തിട്ട് വരാം ഗൈസ്. കം ഓൺ. അപ്പൊ ഗൈസ്, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും എത്തിയിട്ടില്ല. ജീവയും മെൽബിനും മാത്രമേ എത്തിയിട്ടുള്ളൂ. സമയം തെറ്റി വന്നത് അല്ലാണ്ട് നേരത്തെ എന്താ പറയാ, ഒരു ചാൻസും ഉണ്ടാവാറില്ല. ഭാഗ്യത്തിന് നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് അതെ, 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാൻ വന്നതാണ് ഇതാണ്. അപ്പൊ നമ്മുടെ വിഷു സ്പെഷ്യൽ ലുക്ക് എന്ന് പറയാൻ വന്നതാണ്. നമ്മൾ ഡിഫറെന്റ് കളേഴ്സ് ആണ്. എപ്പോഴും നമ്മൾ സെയിം കളറാണ്. നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ഒരുങ്ങി അല്ലേ രാമൂട്ട? അപ്പൊ ഗൈസ് കമോൺ, നമുക്ക് സദ്യ എന്തായെന്ന് നോക്കാം. അമ്മ ഉണ്ടാക്കി നോക്കാം. അമ്മയാണത് ആക്ച്വലി ഉണ്ടാക്കാറ്. ഇതെന്താണ്, ചുമ്മാ വീഡിയോ തന്നെ കണ്ടപ്പോൾ ചുമ്മാ വന്നിട്ട് ചിക്കൻ മസാല. ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണൂരൊന്നും സദ്യക്ക് ചിക്കനും മീനും ഉണ്ടാവാറുണ്ടോ? വിഷുവിനില്ല. പക്ഷെ എറണാകുളം സൈഡിലൊക്കെ വിഷു സമയത്ത് അമ്മയുടെ നാട്ടിലുണ്ട്. അതിവിടെ എറണാകുളം ഡിസ്ട്രിക്ട് തന്നെയല്ലേ? നമ്മള് വിഷുവിന് ചിക്കനും മീനും വെക്കാറുണ്ട്. നിങ്ങളുടെ നാട്ടിലെങ്ങനെയാ? നിങ്ങളുടെ നാട്ടിലെങ്ങനെയാ? അങ്കമാലിയിൽ ഫിഷൊക്കെ എന്താന്നറിയില്ല, ചുമ്മാ വന്നേട്ടോ. അച്ഛയുടെ സ്പെഷ്യൽ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി വെച്ച് കുറച്ച് നേരം ആയതുകൊണ്ട് ഇത് കുറച്ച് കട്ടയായിട്ടുണ്ട്, പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. എന്താണ് എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അന്നത്തെ പോലെ തന്നെ
മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പൊ ഞാൻ പുറത്ത് പോയിട്ട് വരുന്നു. പ്രാവശ്യം പോകും. എന്താ വേണ്ടത് ഉള്ളു നോക്കിട്ട് പറ. My wife, എന്താ വേണ്ടത്? May I help you? May I help you? അഞ്ച് വർഷം പോയി കടയിൽ. ഇനി ഞാൻ പോകും. 5 ഞാൻ 3 മൊത്തം 8 പ്രാവശ്യമായി ആയിട്ടില്ല. ഇനിയുണ്ട്. ഇവളെന്താ മറ്റേ അവള് മറ്റേ ഊർമിളാദേവി. ആകെ വന്നത് ജീവൻ മെൽബിന് മാത്രമേ ഉള്ളൂ. കാർത്തി വന്നില്ല, വർഷ വന്നില്ല, ശില്പ വന്നില്ല, ആരുമില്ല. രാമൂട്ട നമുക്ക് ഊണ് കഴിക്കാന്ന. അതെ, സ്നേഹമുള്ളവരങ്ങനെയാ. അത് ശരിയാ. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അവർ വരട്ടെ, വരും. അവർ ലേറ്റ് ആക്കൂന്നാണ് പറയണത്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു 3:30 വരെ വെയിറ്റ് ചെയ്ത്. അപ്പൊ വരുന്നില്ല, വരും, പക്ഷെ ലേറ്റ് ആകും. ഫുഡ് കഴിച്ചോന്ന് പറഞ്ഞു. A few inches later. എടി വല്ലേടി എന്ത് എടുക്ക നീ വാ നോക്കത്. കുഴപ്പല്ലേ? ഉറപ്പ്. എന്താണ് സമയത്തിന് വരൂലേ? ഒരുത്തി കല്യാണം കഴിഞ്ഞ് പോയതാണ്, പിന്നെ വന്നിട്ടേ ഇല്ല ഈ വഴിക്ക്. ഇവിടെ ഞാൻ പ്രാക്ടീസിന് കണ്ടതാണ്. ഇവനെ ഞാൻ കല്യാണത്തിന്റെ ദിവസം. ഹായ്, ഇവനാരിവിടെ ഇരുത്തിയത്? നീ എന്തിനാ ഇപ്പൊ കയറിയിരുന്നത്? ഞങ്ങൾ സെക്കൻഡ് ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കേണ്ടത്. അപ്പൊ ആര് വിളമ്പും? പാചകക്കാരനാണല്ലേ? അല്ല, എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ കുത്തിക്കേട്ടോ. ഓ ഗായ്സ്, നല്ല ഇടിവെട്ട് മഴ. ഇടിവെട്ടില്ല, മഴ മാത്രമേ ഉള്ളൂ. നല്ല രസമുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ടാണ്. അപ്പൊ ഗായ്സ്, അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചു. ആൻഡ് ഗെയിംസ് കളിച്ചതിൽ 2 പേര് തോക്കൊക്കെ ചെയ്തിട്ടോ. ആൻഡ് അവർക്ക് നല്ല ഉഗ്രൻ പണിഷ്മെന്റ് ആണ് കൊടുത്തത്. അപ്പൊ ഗെയിംസ് എന്താണെന്ന് അറിയാനും ബാക്കി വിശേഷങ്ങൾ കാണാനായിട്ട് പാർട്ട് 2 വരുന്നുണ്ട് ഗായ്സ്. സ്റ്റേ ട്യൂൺഡ്.